കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. അജിത്താണ്. വോയിസ് ഓഫ് ആഡം പുതിയൊരു യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. വോയിസ് ഓഫ് ആഡം ടാലന്റ് ഹണ്ട് എന്നാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര്. ഇന്ന് ആദ്യത്തെ ഈ വീഡിയോ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ ചാനലിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. പുതിയ കലാകാരന്മാർക്ക്, പുതിയ ഗായകർക്ക്, പുതിയ എഴുത്തുകാർക്ക്, പുതിയ സംഗീത സംവിധായകർക്കൊക്കെ നമ്മൾ ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂടുതലും നമ്മൾ പാട്ടുകാർക്കാണ് നമ്മൾ അവസരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വർഗീയ ഗീതികൾ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം തന്നെ അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ വിജയകരമായിട്ട് അത് മുന്നോട്ട് പോകുന്നുണ്ട്. അത് കൂടുതലായിട്ടും പുതിയ ആളുകൾക്ക് എന്ന് വെച്ചാൽ സാധാരണ ഒരുപാട് അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന, കഴിവുണ്ടായിട്ടും അവർക്ക് വേദികളൊന്നും കിട്ടാതെ പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മുടെ ബാനറിലൂടെ, വോയിസ് ഓഫ് ആഡം ബാനറിലൂടെ അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ പാട്ടുകൾ, ഈശോയുടെ പാട്ടുകൾ ലോകമെമ്പാടും എത്തിച്ച് ഒരു വചന ശുശ്രൂഷ പോലെ അത് കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. അതിൻ്റെ ഒരു ശുശ്രൂഷയാണ് ഈ നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ അതിന് നല്ല കഴിവുള്ള ആളുകളെ കണ്ടെത്തുക എന്നൊരു കാര്യമുണ്ട്. അതിന് നമ്മൾ ഒരുപാട് മത്സരങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. പാട്ട് മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ഇനി വോയിസ് ഓഫ് ആഡം ടാലന്റ് ഹണ്ടിലൂടെ ആയിരിക്കും നമ്മളത് നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുക. അപ്പം ഈ വോയിസ് ഓഫ് ആഡം ടാലന്റ് ഹണ്ടിലൂടെ കണ്ടെത്തുന്ന മികച്ച ഗായകർ അല്ലെങ്കിൽ എഴുത്തുകാർ, സംഗീത സംവിധായകർ, ഇവരെല്ലാം നമ്മുടെ വോയിസ് ഓഫ് ആഡം ബാനറിലേക്ക് വരും. അതിലൂടെ പിന്നെ റെക്കോർഡിങ്ങിലായിട്ട് പുതിയ പാട്ടുകൾ പാടുവാനും ഒക്കെ അതിലൂടെ അവസരങ്ങൾ, സാധാരണ നമ്മൾ പ്രൊഫഷണലായി ചെയ്യുന്ന ആ ഒരു സാധാരണ അവസരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കിട്ടും. അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് നമ്മൾ വോയിസ് ഓഫ് ആഡം ടാലന്റ് ഹണ്ടിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതെല്ലാം സാധാരണ ആളുകളിലേക്ക് എത്തിച്ചേരാനുള്ള, അവരെ ഉൾപ്പെടുത്തി നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ എന്നെപ്പോലെ നമ്മളെപ്പോലെ എല്ലാം സാധാരണ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ കാര്യങ്ങൾ പരിചയപ്പെടുത്തി അവരെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഒരുപാട് പിന്നെ ഉപകാരപ്പെടുന്ന, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, നല്ല പാട്ട് പാടാനും ഒക്കെ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാം. ഇതിൽ ആദ്യത്തെ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കരോൾ ഗാന മത്സരത്തോട് കൂടിയിട്ടാണ് ഇത് തുടങ്ങാൻ പോകുന്നത്. ഈ ചാനൽ നമ്മുടെ വോയിസ് ഓഫ് ആഡം ടാലന്റ് ഹണ്ട്, നമ്മുടെ കരോൾ ഗാന മത്സരം ഇതിലായിരിക്കും നടത്തപ്പെടുന്നത്. അപ്പം അതും ഞാൻ ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ വോയിസ് ഓഫ് ആഡ് ഇക്കൊല്ലം ക്രിസ്മസ് കരോൾ ഗാന മത്സരം കൂടി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ വിശദമായ വിവരങ്ങളെല്ലാം അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇതിനകത്ത് വോയിസ് ഓഫ് ആഡം ടാലന്റ് ഹണ്ടിലൂടെ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും നേരെ വന്ന് ഈ വോയിസ് ഓഫ് ആഡം ടാലന്റ് ഹണ്ടും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വോയിസ് ഓഫ് ആഡത്തിന് തരുന്ന എല്ലാ സപ്പോർട്ടും എല്ലാം നമുക്ക് തരണം. നിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് വോയിസ് ഓഫ് ആഡ് നമ്മളൊക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇന്ന് ലോകത്തിന്റെ മുൻപിലൊക്കെ ആരെങ്കിലും കുറച്ചുപേരൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പം ആ സപ്പോർട്ട് തുടരുക. ഇന്ന് വോയിസ് ഓഫ് ആഡം നമ്മുടെ മെയിൻ ചാനൽ 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസം കൊണ്ട് 50,000 കവർ ചെയ്യും. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ഒരു സപ്പോർട്ടും സഹായം കൊണ്ടൊക്കെയാണ്, അല്ലാണ്ട് എന്റെ കഴിവോ അങ്ങനത്തെ ഒന്നുമല്ല. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പം മുന്നോട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ പുതിയ ചാനലും വോയിസ് ഓഫ് ആഡം ടാലന്റ് ഹണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വരും നാളുകളിൽ തുറന്നു കിട്ടും. അപ്പം പ്രാർത്ഥിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോയും പരിശുദ്ധ അമ്മയും സമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.